പോയിന്റ് ഉണ്ട്. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം അത് നടക്കുകയാണ്. പുലിയെ ഇപ്പോൾ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. കമ്പിക്കടുത്തേക്ക് ആ കൂട് എത്തിച്ചിരിക്കുന്നു. രാവിലെ 7 മണിയോടുകൂടിയാണ് പുലി ഈ കമ്പിവേലിയിൽ കുടുങ്ങിയത്. 4 വയസ്സ് പ്രായമുള്ള പെൺപുലിയെ മയക്കുവെടി വെച്ച് അതിന്റെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുലിയെ കൂട്ടിൽ കയറ്റിയിരിക്കുന്നു. നാട്ടുകാരുടെ ഹർഷാരവം അവിടെ കരഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുലിയെ പിടികൂടിയതിൽ പുലിയും പൂർണ്ണ ആരോഗ്യവാദിയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഒരു 4-5 മണിക്കൂറോളം സമയമാണ് പുലിയെ കമ്പിവേലിയിൽ കുടുങ്ങിയിരുന്നത്. പ്രദേശത്താകെയും പാലക്കാട് കൊല്ലങ്കോടാണ് ഈ പുലി കുടുങ്ങിയത്. അവിടെ ആകെയും പറയുന്ന പോലെ പുലിശല്യമുള്ള പ്രദേശമാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ പുലി കുടുങ്ങിയതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. വെറ്ററിനറി സർജൻ എത്തുന്ന സമയം ഒരു കാലതാമസമായിരുന്നു ഉണ്ടായിരുന്നത്. ആർആർടി ഉദ്യോഗസ്ഥരും മരവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ പുലിയെ കൂട് സ്ഥാപിച്ച് കൂട്ടിലേക്ക് കയറ്റിയിരിക്കുന്നു. ഗോകുൽ VS വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, ഒടുവിൽ പുലി കൂട്ടിലായല്ലേ? കൊണ്ടുപോകാനുള്ള നടപടികൾ കൊണ്ടുപോകുന്ന കാര്യം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലി പൂർണ്ണമായും കൂട്ടിലായിട്ടുണ്ട്. ഇപ്പോൾ പുലിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലിയെ പൂർണ്ണമായും കൂട്ടിലാക്കിയതിന് ശേഷം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം കുറെ നേരമായി പുലിയെ ഇങ്ങനെ കാണുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും വലിയ മാറ്റം വന്നു. അത്തരത്തിൽ തന്നെ ആളുകളെയൊക്കെ തന്നെ മാറ്റിയതിനു ശേഷം മയക്കുവെടി വെച്ചാണ് ഇപ്പോൾ പുലിയെ പിടികൂടിയത്. ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് മാറ്റി അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് ഒരുപക്ഷെ അടുത്ത ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകും. സാർ എങ്ങോട്ടാണ്? വനംവകുപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ എങ്ങോട്ടാണ് പുലിയെ മാറ്റുന്നത്? പുലിയെ എങ്ങോട്ടാണ് ഇപ്പൊ മാറ്റുന്നില്ല. ഡോക്ടർ സ്ഥലത്തുണ്ട്. അതിന്റെ പരിക്കുകൾ പരിശോധിക്കാനാണ് ഇപ്പൊ ഫസ്റ്റ് തീരുമാനം. അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പൊ ഡോക്ടർ പറയും. ഏതായാലും അതിനുശേഷം ആണ് ഇവിടെ തന്നെ ഉണ്ടാകും. കുറച്ചു നേരം ഉണ്ടാകും. പരിശോധിച്ചതിന് ശേഷം മറ്റു നടന്നു. അതെ. ഈ ഒരു ഓപ്പറേഷൻ സക്സസ് ആയി അതാണ് ഇപ്പൊ നിലവിൽ സക്സസ് ആണ്. ഓക്കെ. ഈ ഒരു കാര്യം വളരെ സക്സസ് ആയി തന്നെ നടത്താൻ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ് വനം വകുപ്പ്. പുലി മറ്റൊരു സ്ഥലത്താണുള്ളത്. അവിടേക്കുള്ള പ്രശ്നമൊന്നുമില്ല. പൂർണ്ണ ആരോഗ്യവതിയാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പരിക്കേറ്റിട്ടുണ്ടോ പുലിക്ക്? ഈ കമ്പി മുള്ളിലാണല്ലോ കുടുങ്ങിയത്. മുള്ളുവേലിയിൽ കുടുങ്ങിയിട്ട് അതിന് പരിക്കേറ്റിട്ടുണ്ടോ? സ്വാഭാവികമായി ഈ മുള്ളുവേലിയിൽ കുടുങ്ങി കുറെ നേരം കിടന്നതുകൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യ പരിശോധനകളും മറ്റും വേണം. അതിനുശേഷം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. അത് ഒരുപക്ഷെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും എങ്ങോട്ട് മാറ്റണം, ഈ പുലി എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ആദ്യം ഘട്ടം എന്ന് പറയുന്നത് വെറ്ററിനറി സർജൻ ഈ പുലിയെ പരിശോധിച്ച് എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വിലയിരുത്തും. അതിനുശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘകാലമായിട്ട് ഈ പുലി പ്രശ്നവും പുലി ഭീതി അനുഭവിക്കുകയും ആ പരാതി പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാകുമല്ലോ ഈ സമയത്ത്. നേരത്തെ അവരുടെ അവിടെ വലിയ കരഘോഷമൊക്കെ കേട്ടിരുന്നു. ഗോകുൽ, തീർച്ചയായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പ്രദേശം പുലി ശല്യമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പുലിയുടെ പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പുലി കുടുങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ രാവിലെ തൊട്ട് ആളുകൾ ഭീതിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പുലിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ആശ്വാസകരമായ കാര്യമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലം ഏകദേശം 2 വർഷത്തോളമായി ഇങ്ങനെ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ പുലി കുടുങ്ങിക്കിടക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തും. അങ്ങനെ ആളുകൾ എത്തിയിരുന്നു. അതിനുശേഷം ആളുകളെ മാറ്റിയതിനു ശേഷമാണ് മയക്കുവെടി വെച്ചത്.
ചെയ്തത്. ആദ്യം മയക്കുവെടി വയ്ക്കാതെ പുലിയെ പിടികൂടാൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ നോക്കിയിരുന്നു. പക്ഷേ പുലി വലിയ അക്രമാസക്തനാണ്, അതുകൊണ്ട് തന്നെ അത് കഴിയില്ല. പിന്നീട് മയക്കുവെടി വച്ച് 10 മിനിറ്റോളം ഏകദേശം അതിനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുലിയുടെ അടുത്തെത്തിയത്. എന്നിട്ടും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു ആളുകളുടെ അടുത്തേക്ക്, അതായത് ഈ RRT സംഘത്തിന്റെ അടുത്തേക്കൊക്കെ പുലി ഒരു ശബ്ദത്തോട്, വല്ലാത്ത ഗർജനത്തോടു കൂടിയൊക്കെ അടുക്കുന്ന ശബ്ദവും ആക്രമിക്കാൻ, RRT സംഘത്തേക്ക് ആക്രമിക്കാൻ പുലി ചാടി വരുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ കൂടിനുള്ളിലേക്ക് മാറ്റാൻ സാധിച്ചു. ഏകദേശം 7 മണിക്ക് തുടങ്ങിയ ഒരു ദൗത്യം ഇപ്പോൾ വിജയം കണ്ടു. ഇതുവരെയും ഇത് വിജയകരമാണ്. ഇനി പരിശോധിക്കണം, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഏതായാലും വയറിന്റെ ഭാഗമാണ്. 5 മണിക്കൂറിലേറെ നേരം ദൗത്യം നീണ്ടുനിന്നു. രാവിലെ 7 മണിയോടുകൂടിയാണ് പുലി കുടുങ്ങുന്നതും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും ഒടുവിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ കഴിഞ്ഞു. എത്തുന്ന ഒരു കാലതാമസമായിരുന്നുള്ളൂ. അദ്ദേഹം വന്നു, ഉടൻ തന്നെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ മയക്കുവെടി വെച്ചതിന് ശേഷവും പുലി അനങ്ങുകയും പരാക്രമം കാണിക്കുകയും, അതായത് RRT ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ അടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുലിയെ പൂർണ്ണമായും കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ പരിശോധനകളായിരിക്കും പുലിക്കുണ്ടാവുക. കുറേ നേരം മുള്ളുവേലിയിൽ കുടുങ്ങിക്കിടന്നതാണ്. അതിന്റെ അടിവയറായിരുന്നു കുടുങ്ങിയിരുന്നത്. അപ്പോൾ വയറ്റിൽ പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പുലിയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നതിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ള വിവരമാണ് ഗോകുല് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാവും. അവിടെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും കുറേ നാളുകളായി, 2 വർഷത്തോളമായി അവിടെ പുലിശല്യമുണ്ട്. പുലിയെ പിടികൂടണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലമാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു മുള്ളുവേലിയിൽ പുലി കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുന്നത്. 4 വയസ്സുള്ള പെൺപുലിയാണ്. അപ്പോൾ ഒടുവിൽ പുലിയെ പിടികൂടിയപ്പോൾ വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെയും അവിടെയുള്ള ആളുകൾ സ്വീകരിക്കുകയും അവരോട് ആ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പുലിയെ ഇപ്പോൾ പിടികൂടി കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്.